ഹലോ. ഖാലിദ് റഹ്മാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന സിനിമയാണ് അനുരാഗ കരിക്കിൻതള്ളും. പ്രകടനങ്ങൾ കൊണ്ടും അവതരണ ശൈലി കൊണ്ടുമൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ. ആലപ്പുഴ ജിങ്കാന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ സിനിമയിൽ ബോക്സിങ്ങിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് നെസ്ലിന് കിട്ടിയ സ്ക്രീൻ പ്രസൻസ് ആണ്. നെസ്ലിൻ അത് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സിനിമയിൽ നെസ്ലിൻ്റെ ഔട്ട്ലുക്കും ഡയലോഗ് പ്രസൻറ്റേഷനും എല്ലാം വ്യത്യസ്തമാണ്. എവിടെയൊക്കെ ടോവിനോയോ ഷാരൂഖ് ഖാനൊക്കെ വന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഇതിൽ തികച്ചും മങ്ങിപ്പോയത് ലുക്മാൻ്റെ ക്യാരക്ടറാണ്. ഒരു വ്യക്തിത്വവും ഇല്ലാത്ത ഒരു ക്യാരക്ടർ. ലുക്മാൻ ഇതിൽ കോച്ചാണ്. ഒരു സീനിൽ നെസ്ലിൻ ലുക്മാനോട് വന്ന് ചോദിക്കുന്നു, അവനെന്താണ് വേറൊരു കുട്ടിയെ പറ്റിയാണ് ചോദിക്കുന്നത്, അവനെന്താണ് ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങുന്നില്ലേ? ഉടനെ ലുക്മാൻ ഒരു വികാരവും ഇല്ലാതെ. പൊതുവെ ഈ സിനിമയിൽ ലുക്മാൻ ഒരു വികാരവും ഇല്ലാത്ത പോലെ തോന്നി. ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. ലുക്മാൻ കോച്ചാണ്. ഉടനെ നെസ്ലിൻ മോട്ടിവേഷൻ ഇറങ്ങി അവനെ കളിക്ക് വേണ്ടി മാനസികമായി സജ്ജമാക്കുന്നു. പിന്നെ ഗണപതി. സിനിമ കുറച്ചായപ്പോഴാണ് ഗണപതി വന്നത്. ഇടയ്ക്കൊക്കെ അവിടെയും ഇവിടെയും ഗണപതിയെ കാണിക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഗണപതി എന്ന് തോന്നി. ഗണപതിയും ലുക്മാനെ പോലെ തന്നെ ഒരു ഉഷാറുമില്ല. അവസാനം ഗണപതിയുടെ റോൾ ഒന്ന് കയറി വന്നപ്പോൾ ദേ കിടക്കുന്നു. പുകയിലയുടെ പരസ്യത്തിൽ രാഹുൽ ദ്രാവിഡ് പറയുന്ന പോലെ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞതുപോലെ നന്നായി ബോക്സിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഒരാൾ വന്ന് പേടിപ്പിച്ചപ്പോൾ എതിരാളിയോട് ടാറ്റായും ബൈബൈയും പറഞ്ഞ് ആള് റിങ്ങിൽ നിന്ന് താഴേക്കിറങ്ങി. ക്യാരക്ടർ ഒന്ന് ഉഷാറായി വന്നപ്പോഴേക്കും കാറ്റുപോയ ബലൂൺ പോലെ വീണ്ടും പഴയ നിലയിലായി. പിന്നെ നമ്മുടെ ഷൈൻ ടോൺ ചാക്കോ, സന്ദീപ്, മറിമായത്തിലെ പ്യാരി, കോട്ടയം നസീർ, അബു സലീം തുടങ്ങിയവരും ഈ സിനിമയിലുണ്ട്. പിന്നെ എനിക്ക് പേരറിഞ്ഞൂടെ വേറെ കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. എല്ലാവരും അവരുടേതായ രീതിയിൽ നന്നായിട്ടുണ്ട്. ഉഴപ്പന്മാരായ കുറെ കൂട്ടുകാർ, പഠിക്കാനോ മറ്റു കഴിവുകളോ ഒന്നും ഇല്ലാത്തവർ, സ്പോർട്സ് ക്വാട്ടയിലൂടെ ഡിഗ്രി കോഴ്സിന് ചേരാൻ വേണ്ടി ബോക്സിംഗിലേക്ക് എത്തിപ്പെടും. അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ആലപ്പുഴ ജിങ്കാന പറയുന്നത്. സിനിമയുടെ അവതരണ രീതി രസകരമാണ്. പിന്നെ നമുക്ക് ചിരി വരുന്ന കുറെ സന്ദർഭങ്ങൾ സിനിമയിലുണ്ട്. പിന്നെ ഒരു 1, 2 ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ ആ ബോക്സിംഗ് ടൂർണമെന്റ് നടക്കുന്ന സ്ഥലവും അവിടുത്തെ രീതികളും ആ ബോക്സിംഗ് കാണിച്ചിരിക്കുന്നതും ഒക്കെ കാണാൻ നല്ല കൗതുകമുണ്ട്. സാങ്കേതികമായും മികച്ചു നിൽക്കുന്ന സിനിമയാണ് ആലപ്പുഴ ജിങ്കാന. എനിക്കൊരു 1 ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് തോന്നിയത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.